ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. മണിക്കൂറുകൾ വരുന്നെന്നാണ് ഭക്തർ അയ്യനെ തൊഴുന്നത് മലയിറങ്ങുന്നത്. കെ വി രാഹുലുണ്ട് അവിടെ നിന്ന് നമുക്ക് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. രാഹുലിനോട് ചോദിക്കാം. രാഹുലെ, ഗുഡ് മോർണിംഗ്. ഒരുപാട് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിശദവിവരങ്ങൾ എന്തൊക്കെ? പറഞ്ഞോട്ടെ മോത്തി, ഗുഡ് മോർണിംഗ്. ശബരിമലയിലെ വലിയ തിരക്ക് തന്നെയാണ്, ഒട്ടും കുറവില്ലാതെ തുടരുകയാണ്. തീർത്ഥാടകരുടെ ഒഴുക്ക് എന്ന് വേണം പറയാൻ. അത് ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം തന്നെയാണ് രാത്രിയിൽ അത്യാവശ്യം ഒരു നല്ല മഴ പെയ്തിരുന്നു. ആ മഴയൊന്നും വകവെക്കാതെയുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തന്നെയാണ്. കാരണം ആ മഴയത്തും എല്ലായിടത്തും ഇങ്ങനെ വരി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ 87,000-ലധികം തീർത്ഥാടകരാണ് അയ്യപ്പനെ തൊഴുതു മടങ്ങിയത്. അതിന് മുൻപുള്ള ദിവസം 90,000-ന് മുകളിലായിരുന്നു തീർത്ഥാടകരെ തിരക്ക് എന്നുള്ളതാണ്. ആ ഫ്ലൈ ഓവറിലെ കാഴ്ചകൾ തന്നെ നോക്കുക. എത്ര വരി നിന്ന് കഴിഞ്ഞാലും അയ്യനെ തൊഴുന്നതിന്, പ്രിയ അയ്യപ്പനെ തൊഴുന്നതിന് യാതൊരു ക്ഷീണവും ഞങ്ങൾക്കില്ല എന്ന് തന്നെയാണ് ഓരോ തീർത്ഥാടകരും പറയുന്നത്. കാരണം അങ്ങനെ തന്നെയാണ് ഓരോ ആളുകളോടും സംസാരിക്കുന്ന സമയത്ത് നമുക്കാണെങ്കിലും അത് കേൾക്കുന്ന ആളുകൾക്കാണെങ്കിലും ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് ഈ നിലയ്ക്കൽ മുതൽ പമ്പയിൽ, മരക്കൂട്ടത്ത് പല സ്ഥലങ്ങളിലായി തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 18-ാം പടിക്ക് താഴെയും പോലീസിന്റെ നിയന്ത്രണമുണ്ട്. അപ്പോൾ അതൊന്നും വകവെക്കാതെ തന്നെ തീർത്ഥാടകർ പ്രിയ ദൈവത്തെ അയ്യപ്പനെ തൊഴുത് മടങ്ങുന്ന ഒരു സ്ഥിതി തന്നെയാണ്. പമ്പയിൽ നിന്ന് മല കയറിയെത്തുന്ന തീർത്ഥാടകരുണ്ട്, പുല്ലുമേട് വഴി കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുണ്ട്. അങ്ങനെ ഏതായാലും വലിയ ഒഴുക്ക് തന്നെയാണ്. മകരവിളക്കിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നത് കൊണ്ട് തന്നെ അതിന് മുൻപേ എത്തി മടങ്ങുന്ന തീർത്ഥാടകരാണ് കൂടുതലായും. സ്വാമി ശരണം. എങ്കേരുന്നു സ്വാമി? തമിഴ്നാട്ടിലിരുന്ന് തമിഴ്നാട്ടിൽ ரொம்ப நேரம் நின்றுட்டியா? ஒரு 3.5 மணி நேரம் ஆச்சு. 3.5 மணி நேரம் ஆச்சு. 3.5 மணி நேரம். இப்போ இங்க சுகதர்ஷன் தான். சுகதர்ஷன் தான். ஹாப்பியா இருக்கா? புரியல. ஹாப்பியா இருக்கா? ஹாப்பி சார். ஐயப்பனை பார்க்க வந்தா எப்போதும் ஹாப்பி தான். சுவாமியே சரணம் ஐயப்பா. சாமியே சரணம் ஐயப்பா. இங்கே எந்த ஒரு எல்லாரும் சந்தோஷமா ஐயப்பனை வந்து அணையிட்டு போறாங்க. இங்க கவர்மெண்ட் வந்து எந்த ஒரு கஷ்டங்கள் கொடுக்காம எல்லாருக்கும் ஒத்துழைப்பு கொடுக்குறாங்க. போலீஸும் அந்த மாதிரி ஒரு நல்ல ஒரு ஒத்துழைப்பு கொடுக்குறாங்க. எல்லாரும் ஐயப்பனை வந்து தரிசனம் பண்ணிட்டு எல்லாரும் சந்தோஷமாக. சந்தோஷம். கும்பகோணம் சாமி. கும்பகோணம். ஆமாம் சாமி. சரி தேங்க்யூ. നോക്കുക, ദൂരെ നിന്ന് വരുന്ന ഒരുപാട് തീർത്ഥാടകർ അവരെല്ലാവരും അവരുടെ സന്തോഷമൊക്കെ തന്നെ പങ്കുവെക്കുകയാണ്. എത്ര മണിക്കൂർ കാത്തു നിന്നാലും യാതൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ്. സ്വാമിശരണം. బాగుంది దర్శనం, బాగుంది అయ్యప్ప మణికంఠ. തന്നെയാണ് ഞാൻ പറഞ്ഞത്. മഴ പെയ്തിരുന്നു. ഇവിടെ ഈ സോപാനത്ത് സന്നിധാനത്തെ തിരുമുറ്റമൊക്കെ നനഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ അത്യാവശ്യം നല്ല മഴ തന്നെയാണ് രാത്രി പെയ്തിരുന്നത്. ആ സമയത്തും തീർത്ഥാടകർ വരി നിൽക്കുകയായിരുന്നു. അതൊന്നും വകവെക്കാതെ തന്നെയാണ് അയ്യപ്പനെ തൊഴുന്നതിന് വേണ്ടിയുള്ള ഒഴുക്ക് സന്നിധാനത്തേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ 87,000-ലധികം തീർത്ഥാടകർ ദർശനം നടത്തി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമ്മളെ തൊഴുതു കഴിഞ്ഞാൽ ഒരു സമാധാനവും സന്തോഷവും ആർക്കാണ് കിട്ടാതിരിക്കുക എന്നത്? രാഹുൽ ഇന്ന് നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിൽ ആരാണെന്ന് പറഞ്ഞില്ല. ക്യാമറയ്ക്ക് മുൻപിൽ തിരുവനന്തപുരം പുല്ലമ്പാറയിൽ നിന്നുള്ള ജയചന്ദ്രൻ പുല്ലമ്പാറയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ഇന്നൊരു പ്രത്യേക ദിവസമായതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം എടുത്ത് ചോദിച്ചത്. ഈ നവവത്സര ദിനവും പിറന്നാളും ഒക്കെ സന്നിധാനത്ത് ചെലവിടാൻ കഴിയുക അതൊരു ചെറിയ ഭാഗ്യമല്ല. അങ്ങനെയെങ്കിൽ ജയചന്ദ്രൻ പുല്ലമ്പാറ എന്ന ആ ക്യാമറമാന്റെ പിറന്നാൾ ദിനമാണ് ഇന്ന്. ഇന്നലെയും നവവത്സര ദിനത്തിൽ അവിടെയായിരുന്നു, ഇന്ന് പിറന്നാളിനും അവിടെയാണ്. പിറന്നാളിന് ജയചന്ദ്രൻ പുല്ലമ്പാറയുടെ വക ചെലവൊക്കെ ഉണ്ടാവും രാഹുലിന് എന്നാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാനും മറക്കരുത്. ഏതായാലും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് ജയചന്ദ്രൻ പുല്ലമ്പാറ എന്ന നമ്മുടെ ക്യാമറമാന്.